സർ, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ അമ്മ ഷെമി ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ് മെഡിക്കൽ കോളേജ്. അവരോട് ഇന്നലെ ഡോക്ടർമാരുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ രണ്ടാമത്തെ മകൻ മരിച്ചുവെന്ന് വെളിപ്പെടുത്തി. അത് കേട്ടപാടെ അവർ പൊട്ടിക്കരയുകയായിരുന്നു. എൻ്റെ മകൻ പോയല്ലേ എന്ന് മാത്രമായിരുന്നു അവരുടെ പ്രതികരണം. പിന്നീട് ആ കട്ടിലിൽ കിടന്ന് ഒരുപാട് കരയുകയായിരുന്നു എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ബന്ധുക്കളും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പുറത്തു വരുന്നത് എല്ലാ വിവരവും, അതായത് അഫാൻ ആരെയൊക്കെ കൊന്നു അക്കാര്യങ്ങളെല്ലാം അറിയിച്ചു. ഒപ്പം തന്നെ അഫാൻ ജയിലായ കാര്യവും അറിയിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇനി ഷെമിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ അഫാന്റെ ഉമ്മാക്ക്. കാരണം കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് മൊഴിയെടുത്തിരുന്നു. പോലീസിന് ഇതുവരെ ഷെമിയുടെ മൊഴിയെടുക്കാൻ പറ്റിയിട്ടില്ല. മജിസ്ട്രേറ്റിനോടും ഉമ്മ ഷെമി പറഞ്ഞിരിക്കുന്നത് കട്ടിലിൽ നിന്ന് വീണുവെന്നാണ്. അഫാനെ രക്ഷിക്കാനാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആ മൊഴിയിൽ ഉറച്ചു നിൽക്കാൻ പറ്റുമോ അമ്മയ്ക്ക്? തീർച്ചയായിട്ടും അതിൽ തന്നെ ഉറച്ചു നിൽക്കും. കാരണം അമ്മമാരങ്ങനെയാണ്, ഞാനത് നേരത്തെ മുതൽ പറയുന്നുണ്ട്. അത് തന്നെയല്ല, ബന്ധുക്കളെല്ലാം ഇതിനെയും കൊന്നു. ഇളയ കൊച്ചിനെ അവർ പൊന്നുപോലെ നോക്കിയ ഇളയ കൊച്ചിനെയും കൊന്നു. ഇനിയിപ്പോൾ ആകെ അവർക്കൊരു മകനല്ലേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ ആ മകനെ തീർച്ചയായിട്ടും എത്ര പേരെ കൊന്നാലും അമ്മ രക്ഷിക്കാൻ നോക്കും. വിഫലമായി പോവും എങ്കിൽ തന്നെയും ആ ഒരു രക്ഷാമാർഗത്തിന് വേണ്ടി തന്നെയാണ് അവരെ ഉപദ്രവിച്ചതെങ്കിലും ആ കേസിനകത്ത് അവർ രക്ഷപ്പെടും. പക്ഷെ മറ്റുള്ളവരെ കൊന്നത് രക്ഷപ്പെടത്തില്ലല്ലോ. അമ്മയുടെ ചിന്ത ആ മജിസ്ട്രേറ്റ് മൊഴി എടുക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ കൊന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. മകന് എന്തെങ്കിലും പറ്റിയോ, ഇളയ കൊച്ചിന് എന്തെങ്കിലും, അത് മാത്രമേ അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതേസമയത്ത് അവർക്കുള്ള അടി മാത്രമേ ഉണ്ടാവുള്ളൂ. മകൻ എന്തെങ്കിലും കുഴപ്പമില്ല എന്ന് ആദ്യമൊക്കെ പറഞ്ഞപ്പം ഇവനെ കൂടെ അങ്ങ് ക്ഷമിക്കാം, കേസ് ഊരി പോകും. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും അവർ ചിന്തിച്ചിരിക്കും. മറ്റുള്ളവരൊക്കെ ഇപ്പോഴല്ലേ പറഞ്ഞുള്ളൂ. നേരത്തെ അവരുടെ അറിവ് ഈ മകൻ എന്തോ ചെയ്തു, അവരെ ഉപദ്രവിച്ചല്ലോ, അത് ഇവർ ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ആ മകനെ മറ്റവരെന്തെങ്കിലും വന്നോ എന്നുള്ള ആകാംക്ഷ, അവനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും ഇവന്റെ പ്രവൃത്തി മൂലം അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അവർ ചോദിച്ച് എൻ്റെ ഇളയ കൊച്ചിൻ്റെ കാര്യം അവർ കൊടുത്തു, ഇവൻ്റെ കാര്യം ചോദിക്കുന്നില്ല. ഇളയ കുട്ടിക്ക് ചോദിച്ചപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ സേഫായി അമ്മ. അതുകൊണ്ടാണ് അമ്മ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ ഞാൻ വീണത് കൊണ്ടാണ് ഈ മുറിവുണ്ടായത്, അല്ലാതെ എന്നെ മകൻ ഉപദ്രവിച്ചിട്ടില്ല. ആ മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അമ്മ അത് പറയുന്നത്. അമ്മമാരങ്ങനെ പറയൂ, ഒരിക്കലും ഈ മകനെതിരായിട്ട് പറയത്തില്ല, എനിക്ക് തോന്നണില്ല. ഓക്കെ, മറ്റൊരു കാര്യം വരുന്നത്, ഇവൻ ഉമ്മുമാനെ കൊന്നത് എന്തിനാണ് എന്ന് പോലീസുകാർ ഇന്നലെ ചോദിച്ചപ്പോൾ അങ്ങോട്ട് സ്റ്റേഷനിലെ പോലീസുകാരോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവരോട് മാല ചോദിച്ചു, 2 മാലയുണ്ടായിരുന്നു, തന്നില്ല. പിന്നീട് പോയി നോക്കിയപ്പോഴാണ് 1 മാലയുള്ളൂ, മറ്റൊന്ന് ആർക്കോ കൊടുത്തു, അത് വൈരാഗ്യത്തിന് കാരണമായി. കുഴിയിൽ കാലി നീട്ടിയിരിക്കുന്ന കിളവയ്ക്ക് എന്തിനാണ് മാല? പിന്നെ ആ ഒരു വൈരാഗ്യത്തിലാണ് ഞാൻ കൊന്നത്. ഇക്കാര്യം ഉമ്മാനോട് ഞാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. പോലീസ് പക്ഷേ ചെറിയ സൂചന നൽകുന്നത് ഉമ്മയോട് ഇക്കാര്യം തിരക്കിയപ്പോൾ ഉമ്മയും സമ്മതിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഉമ്മക്ക് ഏകദേശം ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായ സ്ഥിതിക്ക് ഇനി മാറ്റി പറയേണ്ടത് നടന്നത്, ആ വീട്ടിൽ ആ ദിവസം നടന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്തായാലും പറയേണ്ടി വരില്ലേ? എനിക്ക് തോന്നണില്ല അത് മുഴുവൻ പറയുന്നു. അവരുടേതായ യുക്തി കൂടി മാത്രമേ അവരത് പറയുള്ളൂ. എനിക്ക് ഈ വല്യമ്മയെ കൊന്ന വിവരമൊന്നും പറയാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടല്ലേ അവർ ചോദിക്കുന്ന ഇളയ കൊച്ചിൻ്റെ കാര്യം മാത്രം. ഇളയ കൊച്ചിൻ്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. അവർ ബോധം വീഴുമ്പം ഇവന്റെ കാര്യം മാത്രമേ മനസ്സിലുള്ളൂ, വേറൊരു കാര്യം ഇല്ല. ഇപ്പൊ എന്തായാലും കാര്യങ്ങൾ വ്യക്തമായില്ല, ഇപ്പോഴല്ലേ പറഞ്ഞുള്ളൂ. ഇപ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. എന്തായാലും അവർക്ക് ഇതെങ്ങനെ താങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവരെയും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. അപ്പോൾ അവരും ഹോസ്പിറ്റലായാലും എന്തായാലും ശരി, നടക്കാറാകുമ്പോൾ അവരെയും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, ഇവരെ പോലെ തന്നെ എന്നാണ് എൻ്റെ ഒരു വ്യക്തമായ അഭിപ്രായം. കാരണം ആ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം നശിച്ചു, എല്ലാവരെയും കൊലപ്പെടുത്തി, അങ്ങനെ 5 പേരെ കൊന്ന ഒരു മകന് ഉണ്ട്. അതൊക്കെ ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ട് അവരുടെ ഹസ്ബൻഡ് എപ്പോഴും അവരുടെ കൂടെ കാണണം. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യാൻ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ അവർക്ക് പ്രാഥമികമായി അവരെ തീവ്ര പരിചരണ വിഭാഗത്തിൽ നിന്ന് മാറ്റുമെന്ന് പറയുന്നുണ്ട്. എങ്കിലും അവർ ഇതൊക്കെ സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. ഇങ്ങനെയൊന്നും അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. കടം കയറി പലരെയും പണം വാങ്ങിച്ചു, കടം കയറി എന്നല്ലാതെ ഇങ്ങനെ ചെന്ന ഒരു പര്യവസാനം ഉണ്ടാവുന്ന ഒരു അമ്മ ഒരിക്കലും കരുതൂല. അവർക്കത് സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ പൊട്ടിക്കരഞ്ഞ് നമ്മൾ പറഞ്ഞല്ലോ. അതെ അതെ.
അവർക്കൊന്നും ഇത് താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ എങ്കിലും കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത കിട്ടാൻ അവരെന്തെങ്കിലും പറഞ്ഞില്ലേ പറ്റുകയുള്ളൂ. ബന്ധുക്കളുടെ നിർബന്ധത്തിന് അല്ലെങ്കിൽ ഭർത്താവിന്റെ നിർബന്ധത്തിന് വഴങ്ങി പറഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ പറയാനുള്ള സാധ്യത കാണുന്നില്ല. സാധ്യതയില്ല. കാരണം ഈ മർഡർ എല്ലാം ഇവൻ ചെയ്തതാണെന്നുള്ള സംശയമില്ല. അതനുസരിച്ച് കുറ്റച്ചാർജ് കൊടുക്കുമെന്നല്ലാതെ അത് ന്യായീകരിക്കാനൊന്നും അവർ പോവില്ല. യാഥാർത്ഥ്യങ്ങൾ മകൻ എന്താണെന്ന് അമ്മയ്ക്ക് അറിയാം. ഇവൻ ആരാണെന്ന് ആർക്കും അറിയത്തില്ല. ലോകത്തിലാണ് പിതാവിന് പോലും അറിയത്തില്ല. ആ ഇളയ പുത്രന് പോലും അറിയില്ല. ഇവന്റെ സ്വഭാവം ആർക്ക് ഇവന്റെ മനസ്സിൽ കൊണ്ട് നടന്ന ഏകദേശം കുറേയൊക്കെ അമ്മ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അമ്മ ചോദിച്ചത് ഇളയ കൊച്ച് ആദ്യം അവർക്ക് ബോധം തെളിഞ്ഞു വന്നപ്പം ഇളയ കുട്ടിയുടെ കാര്യം മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. അതുമാത്രമേ അവർ മനസ്സിലുള്ളൂ. അതുകൊണ്ട് അവരുടെ ലൈഫൊക്കെ റിസ്കിലാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ അഫാൻ ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? പോലീസുകാരോട് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ എല്ലാം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മൊഴികളെല്ലാം വിപരീതമായി അല്ലെങ്കിൽ വിരുദ്ധമായി തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൊത്തത്തിലൊരു എന്താ പറയുക, പോലീസിനെ മിസ്ലീഡ് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തോന്നുന്നു. അതിനൊന്നുള്ള ഒരു ബോധം അവനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ വേറൊരു ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെതായ ന്യായങ്ങൾ അവൻ പോലീസിൻ്റെ അടുത്ത് പറയും. ഒരു ന്യായീകരിക്കാൻ നോക്കും. പിന്നെ കൊന്നതിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ അവൻ്റെ രീതിയിലുള്ള പറച്ചിലേ പറയുള്ളൂ. അല്ലാതെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അവൻ്റെ എക്സാക്റ്റ് മോട്ടീവ് എന്താണെന്ന് അത് എനിക്ക് തോന്നുന്നില്ല പോലീസ് കണ്ടെത്തുമെന്ന്. കാരണം അവൻ്റെ മനസ്സിനകത്തോട്ട് കയറാനായിട്ടൊന്നും വേറെ സംവിധാനമൊന്നും ലോകത്തിൽ നിന്ന് വരെ ഇല്ല. ഒരാളുടെ മനസ്സിന് പറയുന്നതിന് നേരെ കടകവിരുദ്ധ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും, അത് ന്യായീകരിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള മനസ്സാണ് പലരുടെയും. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമില്ല. ഇപ്പം എൻ്റെ മനസ്സിലിരിക്കുന്ന ഞാനൊരു കാര്യം പറയുമ്പോൾ അതിന് എതിർ ചിന്ത എൻ്റെ മനസ്സിലുണ്ടാവും. പക്ഷെ അത് നമുക്ക് വെളിയിലോട്ട് കൊണ്ടുവരാനോ പറയാനോ ആർക്കെങ്കിലും അത് ചൂഴ്ന്നെടുക്കാനോ കഴിയത്തില്ല. ആരെയും കൂടെ ഒരു സൈക്കോളജിയും സൈക്കാട്രി കൊണ്ടും പറ്റില്ല. മനസ്സങ്ങനെയാണ്. ഇവൻ്റെ മനസ്സ് നമുക്ക് പിടികിട്ടുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് ഇത്രയും പേരെ കൊന്നത്? സ്വന്തം അമ്മയും കൊല്ലാൻ ശ്രമിക്കുന്നു. അത് എന്ത് കൊന്നെന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു മനസ്സ് രൂപപ്പെട്ട് വന്നത് ഒരു 8 വർഷം കൊണ്ട് രൂപപ്പെട്ട് വന്നെന്നാണ് ഞാൻ കരുതുന്നത്. അതിന് പ്രേരകമായ ഘടകങ്ങൾ അതാണ് അനലൈസ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു പയ്യൻ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ എത്രയോ ചെറുപ്പക്കാർ ഇവൻ്റെ പ്രായത്തിലുള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ കൊല്ലുന്നത്. അതെന്താണ് അങ്ങനെ ഒരു ഇത് വരുന്നത്? അത് മലയാളിക്ക് എന്തോ അടിസ്ഥാനപരമായ എവിടെയോ ഈ ജനനത്തിൽ തെറ്റുപറ്റിക്കൊണ്ടിരിക്കുന്ന പോലെ തോന്നുന്നു. കാരണം കുട്ടികളെല്ലാം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികളാണേലും ചെയ്യുന്നുണ്ട്, ആൺകുട്ടികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ചേന്നമംഗലത്തെ നോക്കുമ്പോൾ അവിടെ 3 പേരെ കൊന്നു. ഇപ്പം ഈ അയിരൂരെന്ന് പറഞ്ഞ വാട്ടർ റോഡിൽ അവൻ്റെ കണ്ടില്ലേ നമ്മൾ? എത്ര മർഡർ കേസുകളാണ്? പെൺകുട്ടികളും ആൺകുട്ടികളും അതുപോലെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ് മലയാളിക്ക് അടിസ്ഥാനപരമായി ഈ മാറ്റം വന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇവിടുത്തെ സാമൂഹിക രംഗത്തും ഇവിടുത്തെ രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്നവർ തന്നെയാണ് മലയാളികളെ ഈ രൂപമാറ്റത്തിന് കാരണം എന്നുള്ളത് യാതൊരു സംശയമില്ല. അധികാരത്തിന് വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല പല മാർഗങ്ങൾ സ്വീകരിച്ചപ്പോൾ സമൂഹത്തെ അവർ മറന്നു. അവരുടെ വ്യക്തിപരമായ കാര്യം മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അവർ പണം ഉണ്ടാക്കാനുള്ള മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതല്ലല്ലോ വിദ്യാഭ്യാസം നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ എത്രമാത്രം കുട്ടികൾക്ക് തീർച്ചയായിട്ടും കോളേജ് സ്കൂളിലൊക്കെ ഈ ഫെസ്റ്റിവലിൽ കാണിക്കുന്ന അക്രമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അത് ഇതിൻ്റെ ഒരു പ്രതിഫലനമല്ലേ? ഈ അഫാന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ആ SFIക്കാർ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ യുവത്വങ്ങൾ മുഴുവൻ അവരുടെ കൺട്രോളിലാണ്. അവർ കാണിക്കുന്നത് എന്താണ്? പോക്കോടൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അടിസ്ഥാനപരമായ ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാകണമെന്നെങ്കിൽ ഇനിയുള്ള ഈ തലമുറ പോയി, കഴിഞ്ഞ 2 തലമുറ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുന്നത്. ഇനി ഒരു 5ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ എങ്ങനെയാണ് എഡ്യൂക്കേറ്റ് ചെയ്ത് പോകേണ്ടത്? അതിന് നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രി, വിവരമുള്ള ആളുമാണ്. ഇവിടെ ഓരോരുത്തരൊക്കെ ഇരുന്ന വിദ്യാഭ്യാസത്തിന്റെ ചരിത്രങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സമരം നടത്തിക്കൊണ്ട് ഒരു മന്ത്രിയായി വന്നവർക്ക് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല, കൊടുക്കാൻ പറ്റില്ല. അവർക്ക് അങ്ങനെ ഒരു ഡീപ്പ് ചിന്ത അല്ലെങ്കിൽ അവർക്ക് അവരുടെ മനസ്സ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് കാര്യമായ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മലയാളികൾ നഷ്ടപ്പെടും. മലയാളികളെ നമ്മുടെ ഇവിടുത്തെ പൂർവ്വപിതാക്കന്മാർ അവരെ പറ്റി ആരും ഒന്നും പറയും, കുട്ടികൾക്ക് അറിയത്തില്ലല്ലോ. ഇവിടുത്തെ ചിന്തകരെ പറ്റിയൊന്നും അവർക്ക് അറിഞ്ഞൂടാ. നമ്മുടെ കവികൾ എന്തുമാത്രം കവികളുണ്ട്. ആരെങ്കിലും പേരറിയാവോ ഇവർക്ക്? ചിന്തകന്മാർ ആരെങ്കിലും പേരറിയാവോ? അവർക്കറിയില്ല. അത് ആരും പഠിപ്പിച്ചിട്ടുമില്ല. മുദ്രാവാക്യം വിളിക്കാൻ അറിയാം സുന്ദരമായിട്ട്, അല്ലാതെ അപ്പുറം ഒന്നും ഇവർക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് അവിടെ മൂലം നമുക്ക് തെറ്റിപ്പോയി. ഇനിയുള്ള തലമുറ, അടുത്ത തലമുറയെ രക്ഷപ്പെടുത്താനുള്ള ഭാഗം ഈ തലമുറയിൽ പോയി ഇതിന്റെ അപ്പന്മാരുടെ തലമുറയിൽ പോയി കിടക്കുക. അത് കഞ്ചാവിനകത്തും ക്രിമിനൽ സ്വഭാവത്തിലും മാത്രവും മുദ്രാവാക്യം വിളിക്കാനും സംഘടനാ സ്വാതന്ത്ര്യത്തിലും
അത് മാത്രം മാറി. അതുകൊണ്ടൊന്നും ഒരു സമൂഹത്തിന് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് മാറി ചിന്തിക്കണം. 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പാഠപദ്ധതികളും, കാരണം കവികളുടെയും പഴയ നമ്മുടെ നല്ല ആൾക്കാരുടെയും, അയ്യങ്കാളിയോ അല്ലെന്നെങ്കിൽ ശ്രീനാരായണ ഗുരുവോ അങ്ങനെയുള്ള ഉസ്താദുകളൊക്കെ ഒത്തിരി നല്ല ഉസ്താദുകളൊക്കെ എന്ത് നല്ല ആൾക്കാരുണ്ട് മലയാളത്തിൽ. അവരെ എല്ലാവരെയും ചേർത്ത് അവരുടെയൊക്കെ പാഠമാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അതല്ലാതെ ഈ കൂത്ത് കളിക്കുന്ന ആ ഫെസ്റ്റിവൽ എല്ലായിടത്തും നിർത്തണം. അത് ഈ DJ പാർട്ടി പോലെ നടന്ന് എല്ലായിടത്തും ഇത് തന്നെയാണ്. മലയാളികൾ വലിയവരായാലും ഈ 2 തലമുറയുള്ളവന്മാർ അവരെ സെൻഡ് ഓഫ് ആണെങ്കിൽ എന്താ കടന്ന് കാണിക്കണവന്മാർ. അയാളായ സെൻഡ് ഓഫ് കൊണ്ട് കൊള്ള പൈസ കിട്ടിക്കൊണ്ട് പോകുന്നതാണ്. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അത് ആദ്യം നിർത്തണം. അവരെ വീട്ടിൽ കൊണ്ടാക്കി കുടിച്ച് കൂത്താടി നടക്കുകയാണ്. ഇതെല്ലാം നമ്മൾ അടിസ്ഥാനപരമായി ഇതെല്ലാം കുട്ടികൾ കാണുകയല്ലേ, അവരതല്ലേ പകർത്തുന്നത്. അപ്പൊ SLC കഴിഞ്ഞ ഉടനെ കണ്ടില്ലേ നമ്മള്, അതിന് എന്തോന്നാണ് പണ്ടൊക്കെ ഒരു ഓട്ടോഗ്രാഫ് എഴുതി അവസാനിച്ച് കരഞ്ഞോണ്ട് പോകുന്നല്ലാതെ ഇപ്പൊ ആ ഫെസ്റ്റിവൽ SLC കഴിയുമ്പോൾ അവിടെ പാർട്ടിയാണ്. DJ പാർട്ടി പോലെ അധ്യാപകരും അഡ്മിഷൻസും ഒരു ഉത്സവമാണ് അവരെ സെൻഡ് ഓഫ് ചെയ്യുന്നത്. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ട്? നശിച്ചു നാരായണക്കല്ലായില്ലേ നമ്മുടെ കുട്ടികളെല്ലാം. എന്നിട്ട് ഇവർ പഠിക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 തലമുറ തെറ്റിപ്പോയി. ഇനി 5ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഇനി അടിസ്ഥാനപരമായി എങ്ങനെയാണ് കൊണ്ടുവന്നത്? ഇവിടെ ഇരിക്കുന്ന വിദ്യാഭ്യാസ വിചക്ഷണന്മാരെന്നൊക്കെ പറഞ്ഞ് കുറെ അവന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. അവന്മാരൊന്നും കേൾക്കരുത്. നമ്മൾ അതല്ല, നമ്മളെ പ്രാചീനമായ കുടുംബാന്തരീക്ഷത്തിൽ കൂട്ടുകുടുംബം പോലെ നടന്ന ആ ഒരു സ്നേഹബന്ധത്തിൽ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരണം. അതിന് കവികൾ, എത്രയോ കവികളുണ്ട്, എത്രയോ നല്ല ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മൾ ചേർക്കണം. അതെല്ലാം പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തി അവരുടെ മൈൻഡ് മാറ്റിക്കൊണ്ടുവരാതെ ഒരു മോചനവും ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും അഫാന്റെ കേസിൽ കൂടുതൽ വിവരങ്ങൾ വരുന്നതനുസരിച്ച് അടുത്ത എപ്പിസോഡിൽ